Welcome to BTMO. അക്ഷരവെളിച്ചം പകർന്നുകൊണ്ട് എളമരം BTMO UP സ്കൂൾ 48 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. BTMO UP സ്കൂൾ ഓരോ ദിവസവും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുതിപ്പിനൊപ്പം ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പഠന മികവിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പഠനാന്തരീക്ഷം. കലാലയത്തിൽ നിന്നും പകർന്നെടുക്കേണ്ട അറിവുകളും അനുഭവങ്ങളുമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്ത്. ശാന്തമായ മനസ്സോടെ ഇവ സ്വായത്തമാക്കാൻ ബഹളങ്ങളില്ലാത്ത കലാലയ ചുറ്റുപാടുകളും വ്യത്യസ്ത പഠന പദ്ധതികളും ആവശ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളാൽ സമ്പുഷ്ടമായ വിദ്യാലയമാണ് എളമരം BTMO UP സ്കൂൾ. ആയിരത്തി 1976 എളമരം യത്തീംഖാനയിൽ KV മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന വായിച്ചാക്കയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്കൂൾ മലബാറിന്റെ അരഞ്ഞാണം പോലെ പരന്നൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് തലയെടുപ്പോടെ നിൽക്കുന്നു. മാനവികതയുടെ നല്ല കഥകൾ മാത്രം പറയാനുള്ള വാഴക്കാട് ദേശത്ത് പരപ്പത്ത് നിന്നും കുന്നുകയറി കവാടം കടന്ന് കൊയപ്പത്തടി തറവാടിന്റെ പഴയകാല സുഖവാസ കേന്ദ്രമായിരുന്ന ബംഗ്ലാവ് കുന്നിലെ ക്യാമ്പസിലെത്തുമ്പോൾ മനസ്സിൽ കുളിർമഴ പെയ്തിറങ്ങുന്ന നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുക. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത, അസ്വസ്ഥതയുടെ പിരിമുറുക്കങ്ങൾ നൽകുന്ന തെരുവു ശബ്ദങ്ങളില്ലാത്ത, സവോക്ക് മരങ്ങളെ തലോടി വരുന്ന ഇളം തെന്നലിന്റെ താളം കൊണ്ട് അനുഗ്രഹീതമായ പഠനാന്തരീക്ഷം BTMO UP സ്കൂളിന്റെ പ്രത്യേകതയാണ്. വിദ്യാർത്ഥി സുരക്ഷിതത്വം ആകുലതയാകുന്ന വർത്തമാനകാലത്ത് ഈ ക്യാമ്പസ് നൽകുന്ന സെക്യൂരിറ്റി സൗകര്യങ്ങളും ഇപ്പോൾ സജ്ജീകരിച്ച ക്യാമറ സംവിധാനവും വിദ്യാർത്ഥി സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്തുന്നു. ഈ സാഹചര്യങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന വിവിധ പദ്ധതികൾ കലാലയത്തെ വേറിട്ടതാക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മസ്ജിദ്, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സൗകര്യം, വായിച്ചു വളരാൻ വായനാ കഫേ, ക്ലാസ് ലൈബ്രറികൾ, ഊട്ടുപുര, IT ലാബ്, കളിസ്ഥലം, ഓപ്പൺ എയർ ക്ലാസ് റൂം തുടങ്ങിയവ ഈ വിദ്യാലയത്തിലുണ്ട്. വിദ്യാർത്ഥികളുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിനായി 8ഓളം മേഖലകളിൽ പരിശീലനം നൽകുന്ന ടാലന്റ് ലാബ് BTMO UP സ്കൂളിന്റെ മികവുറ്റ പദ്ധതികളിലൊന്നാണ്. ഫുട്ബോൾ, നീന്തൽ, കരാട്ടെ, ക്രാഫ്റ്റ്,
ടൈലറിംഗ്, കൃഷി, മ്യൂസിക്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയിൽ പ്രഗത്ഭരായ പരിശീലകന്മാരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരുന്നു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളടക്കം 100ഓളം വിദ്യാർത്ഥികൾ ഇതിനകം നീന്തൽ പഠിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ഉപജില്ലകളിൽ ഒന്നായ കൊണ്ടോട്ടി സബ് ജില്ല സ്കൂൾ കലോത്സവമേളയിൽ ജനറൽ, സംസ്കൃതം, അറബി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ഓവറോൾ കിരീടമെന്ന അഭിമാന നേട്ടത്തോടെയാണ് ഈ അധ്യയന വർഷം പൂർത്തിയാകുന്നത്. വിദ്യാർത്ഥികളുടെ വ്യായാമവും വിനോദവും ലക്ഷ്യമാക്കി ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ കോർട്ടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വേനൽക്കാലത്ത് ആശ്വാസമായി മാനേജ്മെന്റ് ഒരുക്കിത്തന്ന വാട്ടർ കൂളറിനൊപ്പം വാട്ടർ ബെൽ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസം പകരുന്നു. ഓരോ ദിവസവും വ്യത്യസ്ത ഭാഷകളിലെ പ്രാർത്ഥനകളോടെയാണ് സ്കൂൾ ആരംഭിക്കുന്നത്. തിങ്കൾ മലയാളം, ചൊവ്വ ഇംഗ്ലീഷ്, ബുധൻ ഉറുദു, വ്യാഴം സംസ്കൃതം, വെള്ളി അറബി, ശനി ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ പ്രാർത്ഥനകളാണ് ഞങ്ങൾ കുട്ടികൾ ആലപിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്താൻ വിവിധ പദ്ധതികളാണ് നടത്തിവരുന്നത്. എല്ലാ വിഷയങ്ങളിലും 1 മാസം പഠിച്ച പഠന പ്രവർത്തനങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന ടോപ്പ് 10 ടെസ്റ്റ്, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ഹിന്ദി വിഷയങ്ങളിൽ പഠന പ്രയാസമുള്ള വിദ്യാർത്ഥികൾക്കായി അക്കാദമിക് ക്ലിനിക്, 1 hour സ്റ്റഡി ഹവർ പദ്ധതി, ക്യൂസാഡ്, ഡെയിലി GK ക്വിസ്, മന്ത്ലി GK ടെസ്റ്റ്, കുട്ടിയും രക്ഷിതാവും പങ്കെടുക്കുന്ന മെഗാ ക്വിസ്, ബ്രെയിൻ ജിം USS തീവ്ര പരിശീലനവും 7ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിക്കുന്ന ഒപ്പരം സഹവാസ ക്യാമ്പും, സർഗാത്മകത വളർത്താൻ മുഴുവൻ കുട്ടികൾക്കുമായി വിവിധ ദിവസങ്ങളിലായി നടത്തിയ എഴുത്തുപുര ക്യാമ്പും ശ്രദ്ധേയമായിരുന്നു. USS തീവ്ര പരിശീലനമായ ബ്രെയിൻ ജിമ്മിലൂടെ 5 USS നേടിയെടുക്കാൻ സാധിച്ചു. സ്നിഗ്ധ, ജസാനൗറിൻ, ഫാത്തിമ ഹന്ന, റഷ ഫിറോസ്, ഷുജാഉൽ ഹക്ക് എന്നിവർക്ക് അധ്യാപകരുടെ സ്നേഹ സമ്മാനമായി ഗോൾഡ് കോയിൻ നൽകി ആദരിച്ചു. കായിക രംഗത്തും BTMOയുടെ വിജയക്കുതിപ്പ് തുടർന്ന വർഷമായിരുന്നു 2023. ഡിസ്കസ് ത്രോയിൽ സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ച ജുവൈരിയയും ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് മിൻഹ സാഹിറും 20ഓളം ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂൾ ഫുട്ബോൾ ടീമും ശ്രദ്ധേയമായി. വാഴക്കാട് പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി മുഹമ്മദ് മിൻഹാലിനെ തിരഞ്ഞെടുത്തതും അഭിമാന നേട്ടമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ കരിയർ സെറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്പിംഗ്, പ്രസംഗ പരിശീലനം, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ഈ വർഷം ആരംഭിച്ചതാണ് ട്യൂണിംഗ് പദ്ധതി. മാലിദ്വീപ്, ഓസ്ട്രേലിയ, നാഗാലാൻഡ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിനർമാർ നേരിട്ടെത്തി പരിശീലനം നൽകി വരുന്നു. ഏപ്രിൽ മാസത്തോടെ കോഴ്സ് പൂർത്തീകരിച്ച് കോൺവെക്കേഷൻ സെറിമണിയോടുകൂടി പൂർത്തിയാവുകയാണ്. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വിദ്യാരംഗം ക്ലബിന് കീഴിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വായനാ കഫേയും ക്ലാസ് ലൈബ്രറികളും കുട്ടി ലൈബ്രറിയന്മാരുമുണ്ട്. മുഴുവൻ കുട്ടികൾക്കും ജൂൺ 1 വായനാ കാർഡുകൾ നൽകുകയും 10 പുസ്തകങ്ങളെങ്കിലും വായിച്ച് വായനാക്കുറിപ്പെഴുതി
ഓരോ കുട്ടിയും ഓരോ മാഗസിനുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന എൻ്റെ വായന എൻ്റെ മാഗസിൻ പദ്ധതി വലിയ വിജയമായിരുന്നു. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഉദ്ഘാടന വേദിയിൽ മുഴുവൻ കുട്ടികളുടെയും മാഗസിനുകൾ യുവ എഴുത്തുകാരി ശബന പൊന്നാട് പ്രകാശനം ചെയ്തു. JRC ക്ലബിന് കീഴിൽ വിദ്യാർത്ഥികൾ സ്കൂളിനായി ഒരുക്കുന്ന ഒരു കുഞ്ഞു ഗാർഡൻ പണിപ്പുരയിലാണ്. സഹജീവികളോട് കരുണ കാണിക്കാൻ കഠിനമായ വേനലിൽ വീട്ടുമുറ്റത്ത് പറവകൾക്കൊരു നീർക്കുടവും JRCയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും കൗൺസിലിംഗ് ക്യാമ്പും ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ സർവമത പ്രാർത്ഥനാ സദസ്സും വേറിട്ട പ്രവർത്തനങ്ങളായിരുന്നു. മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, ഇംഗ്ലീഷ്, സോഷ്യൽ, ഗണിതം, സയൻസ്, ഹിന്ദി, നല്ല പാഠം, സീഡ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ നടത്തിവരുന്നു. പ്രകൃതി പഠന യാത്ര, ചാലിയാർ സമരനായകൻ KA റഹ്മാൻ അനുസ്മരണം, ഡോക്ടർ അംബേദ്കർ പങ്കെടുത്ത ഭരണഘടനാ ദിനം, PTA, MTA കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. സെപ്റ്റംബർ 15 അധ്യാപക ദിനത്തിൽ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചതും തുടർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച സകലകുലാവി ഫുഡ് ഫെസ്റ്റും ശ്രദ്ധേയമായി. രക്ഷിതാക്കൾ സ്വന്തമായി വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി സ്കൂളിലെത്തിക്കുകയും കുട്ടികളോടൊപ്പം അത് വിൽക്കുകയും അതിൽ നിന്നും ലഭിച്ച മുഴുവൻ പണവും സ്കൂളിൽ ഏൽപ്പിക്കുകയും ചെയ്ത മാതൃകാ പ്രവർത്തനങ്ങളും വേറിട്ടത് തന്നെയാണ്. എളമരം BTMO UP സ്കൂൾ നേടിയെടുത്ത അംഗീകാരങ്ങൾക്ക് പിന്നിൽ അധ്യാപക, രക്ഷാകർതൃ, വിദ്യാർത്ഥി മാനേജ്മെന്റുകളുടെ ആഴത്തിലുള്ള ഐക്യമനസ്സുണ്ട്. വിദ്യാർത്ഥി ക്ഷേമം മാത്രം ലക്ഷ്യം വെക്കുന്ന മാനേജ്മെന്റും രക്ഷിതാക്കളും അധ്യാപകരും ഈ കലാലയത്തിന്റെ സ്വപ്നങ്ങൾക്ക് കുട്ടികളോടൊപ്പം നിറം പകർന്നവരാണ്. സ്കൂൾ മാനേജർ KV മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയും PTA പ്രസിഡന്റ് KP സലീം മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ശ്രീദാസ് വെട്ടത്തൂർ, MPTA പ്രസിഡന്റ് K സബിത, വൈസ് പ്രസിഡന്റ് ആരിഫ V എന്നിവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാകർതൃ സമിതിയും ഓരോ വിദ്യാർത്ഥി ക്ഷേമ പദ്ധതികളെയും ഹൃദയപൂർവ്വം ചേർത്ത് വെച്ചതുകൊണ്ടാണ് വിലമതിക്കാനാവാത്ത നേട്ടങ്ങളിലേക്ക് നാം കാലെടുത്തു വെച്ചത്. പ്രകൃതി രമണീയത നൽകുന്ന മനസ്സുഖത്തോടൊപ്പം പഠനാന്തരീക്ഷം നൽകുന്ന നിർവൃതിയും വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ പഠന മുന്നേറ്റത്തിൻ്റെ ജാലകങ്ങൾ തുറക്കുന്നു. വരാനിരിക്കുന്ന കാലത്തും അത്ഭുതങ്ങൾ തീർത്ത് പ്രയാണം തുടരാൻ നമുക്കൊന്നിച്ച് ഈ കലാലയത്തിനൊപ്പം ചേർന്ന് നിൽക്കാം.